രാവിലെ സോൾ എണീക്കുമ്പോഴത്തേക്കും സഞ്ജയുടെ മേത്ത് ചാരിക്കിടന്നിട്ടായിരുന്നു അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുകയാണ്. പക്ഷെ അവന്റെ ഷർട്ടിലാകട്ടെ അവൾ കിടന്നതിന്റെ ഒരു നനവൊക്കെ ഉണ്ടായിരുന്നു. അവളും അതെല്ലാം തന്നെ കളയുവാനായിട്ടും ശ്രമിക്കുന്നു. പക്ഷെ അവനും ശരിക്കും ഉറങ്ങുകയായിരുന്നില്ല, ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കുന്നതായിരുന്നു. എന്ത് പറ്റി, നീ എന്തിനാണ് പെട്ടെന്ന് എന്റെ മേത്തേക്ക് കാറ്റൊക്കെ അടുപ്പിക്കുന്നതെന്ന് സഞ്ജു ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു നനവൊന്നും സഞ്ജു ശ്രദ്ധിക്കാതെ ഇരിക്കുവാനായിട്ട് സോളും ആ ഒരു ഷർട്ടിലൊക്കെ മുറുകെ പിടിക്കുന്നു. ഇപ്പോഴായിരുന്നു സോളിന്റെ ചേട്ടനും അവിടെ ഉണ്ടായിരുന്ന ജനൽ വഴി അകത്തേക്കൊക്കെ നോക്കുന്നത് സൺഷയും കാണുന്നത്. സൺഷ അങ്ങനെ ഞെട്ടി എണീക്കുമ്പോഴത്തേക്കും സോളിന്റെ കൈയൊക്കെ ആ ഷർട്ടിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഷർട്ടും ചെറുതായിട്ടൊന്ന് കീറുന്നു. സൺഷയും സോളും ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച ആയിരുന്നു വാതിലൊക്കെ തുറന്നു വരുന്ന ചേട്ടനും അമ്മയും ഒരുപോലെ കാണുന്നത്. എന്റെ അനീതയുടെ കൂടെ ഒരു രാത്രി മുഴുവൻ ഈ ഒരു ഡ്രസ്സിലൊക്കെ നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ചേട്ടനും സൺഷനെ തല്ലുവാനൊക്കെ തുടങ്ങുന്നു. ബഹളമൊക്കെ കേട്ടുവരുന്ന സൺജയുടെ അച്ഛനും എന്റെ മകനെ തല്ലുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചേട്ടനെ തല്ലുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു വഴക്കൊക്കെ കുറച്ചുകൂടി വലുതാക്കുകയും സോളിന്റെ അമ്മ സൺജയുടെ അച്ഛനെ തള്ളിയിടുകയും ചെയ്യുകയാണ്. എന്റെ പാവം പിടിച്ച മകനെ സോള് സെഡ്യൂസ് ചെയ്തതിനു ശേഷം അവനെ US പോകാൻ അനുവദിക്കാതെ ഇവിടെ തന്നെ നിർത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സൺജയുടെ അച്ഛനും ചോദിക്കുകയാണ്. എന്റെ മകൾക്ക് ഇവനെ ഒട്ടും തന്നെ ഇഷ്ടമില്ല, നിങ്ങളുടെ മകനായിരിക്കും പിറകെ നടന്നിട്ടുണ്ടാക്കുക എന്നൊക്കെ സോളിന്റെ അമ്മ പറയുമ്പോഴത്തേക്കും സഞ്ജയും ഞാനായിരുന്നു അവളുടെ പിറകെ നടന്ന് ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സമ്മതിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ മകൻ പാവമാണെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? 18+ മൂവിയൊക്കെ എന്റെ കടയിൽ നിന്ന് മേടിച്ചോണ്ട് പോയത് തന്നെ ഇവനാണെന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും സോൾ ഇതൊന്നും കേൾക്കാതെ ഇരിക്കുവാനായിട്ട് സഞ്ജയും അവളുടെ ചെവിയൊക്കെ പൊത്തുന്നു. പക്ഷെ മകനെ രക്ഷിക്കുവാനായിട്ട് ആ ഒരു മൂവിയൊക്കെ മേടിച്ചത് ഞാനാണ്. ഞാൻ തന്നെയാണ് അത് കണ്ടത്. എന്റെ മകൻ വളരെ പാവമാണ്, അവനും ഓക്സിജൻ പോലെ ശുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് അച്ഛനും നോക്കുന്നു. പക്ഷേ സഞ്ജയ്ക്ക് പോകുവാനായിട്ട് താല്പര്യമില്ലാതെ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സഞ്ജയും അച്ഛനും കൂടി ചേർന്നിട്ട് അവന്റെ ബാഗൊക്കെ പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ വലിക്കുന്നതിനിടയ്ക്ക് അതിന്റെ സിബൊക്കെ തുറന്നു വരികയും അതിന്റെ അകത്തുണ്ടായിരുന്ന 100-ലേറെ കോണ്ടംസ് ഒക്കെ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അതൊക്കെ കാണുന്ന അച്ഛനും പ്രശ്നമൊക്കെ കൂടുതൽ വഷളാക്കാതെ ഇരിക്കുവാനായിട്ട് ഇതെല്ലാം തന്നെ മേടിച്ചത് ഞാനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സോളിന്റെ അമ്മയും ഈ ഒരു റിലേഷനോട് എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല എന്നൊക്കെ അറിയിക്കുകയും സൺജയുടെ അച്ഛനും അതേ കാര്യം തന്നെ എടുത്തു പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ മക്കളെ പിടിച്ചു വലിക്കുന്നു. സോളും സൺജ പാവമാണെന്നൊക്കെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു കോട്ടംസ് ഒക്കെ കണ്ടതുകൊണ്ട് തന്നെ വീട്ടുകാർ ഒരു രീതിയിലും സമ്മതിച്ചു കൊടുക്കുന്നില്ല. സോളും ഇപ്പോൾ സൺജയോട് ആ ഒരു വിവരങ്ങളെല്ലാം തന്നെ പറയുന്നു. മാത്രമല്ല അതൊന്നും നിന്റെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സൺജയും അതൊന്നും തന്റേതല്ല എന്നൊക്കെ ഉറപ്പ് പറയുകയാണ്. അങ്ങനെ ഇരിക്കെ സൺജയും നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുന്നു. അപ്പോഴായിരുന്നു എവിടെ നിന്നുമാണ് അതൊക്കെ കിട്ടിയതെന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ സൺജയും ചോറോങ്ങിനെ കോളൊക്കെ ചെയ്ത് നോക്കുന്നു. പക്ഷെ കോളൊന്നും പോകാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ടിന്റെ അടുത്ത കാര്യമൊക്കെ സൺജ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ചോറോങ്ങിൻ്റെതായിരുന്നു അതെ എന്ന കാര്യമൊക്കെ അവനും പറയുന്നത്. സോ എത്രയും വേഗം ചോറോങ്ങിന്റെ അടുത്ത് വീട്ടിലേക്കൊക്കെ വരുവാനായിട്ട് പറയണമെന്ന് കൂടി സൺജയ് ഫ്രണ്ടിന്റെ അടുത്തും അറിയിക്കുന്നു. നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് രണ്ട് വീട്ടുകാരും കൂടി ഇപ്പോൾ സോളിന്റെ വീട്ടിലേക്ക് ഒത്തുകൂടിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നും ആ ഒരു മൂവിയൊക്കെ റെന്റിനെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങളുടേത് DVD ആണ്, അതുകൊണ്ട് തന്നെ ആ ഒരു മൂവി ഒന്നും ഞാൻ കണ്ടിട്ട് കൂടി ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിലെ DVD സഹിതം എടുത്തുകൊണ്ടാണ് സഞ്ജയ് എത്തിയിട്ടുമുള്ളത്. ഞാൻ സോളിനെ കാണുവാനായിട്ട് കടയിലെത്തിയപ്പോഴത്തേക്കും അവളെ കാണുവാൻ ഒരുപാട് സുന്ദരിയായിരുന്നു. അവളെ കണ്ട ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേപ്പൊക്കെ പെട്ടെന്ന് ഞാൻ എടുത്തപ്പോഴത്തേക്കും ഈ ഒരു ടേപ്പായി പോയതാണ് എന്ന് സഞ്ജയ് പറയുമ്പോഴത്തേക്കും വീട്ടുകാരെല്ലാവരും തന്നെ അതൊക്കെ സമ്മതിക്കുന്നു. അടുത്തതായിട്ട് സഞ്ജയുടെ ഷർട്ടൊക്കെ കീറിയിട്ടായിരുന്നല്ലോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാകട്ടെ ഞാൻ ആ ഷർട്ടിൽ തൊട്ടപ്പോഴത്തേക്കും അത് കീറിപ്പോയതായിരുന്നു എന്നൊക്കെ സോൾ പറയുമ്പോഴത്തേക്കും സോളാണ് ഷർട്ട് കീറിയതെന്നൊക്കെ മനസ്സിലാക്കുന്ന അമ്മയും അവളെ തല്ലുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. പക്ഷെ സഞ്ജയാണ് അതിനിടയ്ക്ക് കയറി അമ്മേനെ തടയുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരു മൂവിയൊക്കെ കാണുകയായിരുന്നു, അതിനിടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി, അത് മാത്രമാണ് അവിടെ നടന്നതെന്നൊക്കെ സോൾ പറയുമ്പോഴത്തേക്കും മുത്തശ്ശിയും അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് കോണ്ടംസിന്റെ കാര്യമാണ്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഇതൊന്നും തന്നെ എന്റേതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെതാണെന്നൊക്കെ സഞ്ജയ് പറയുന്നുണ്ട്. പക്ഷെ അത് വിശ്വസിക്കാനായിട്ട് ആരും തന്നെ തയ്യാറാകുന്നില്ല. ഞാൻ അവനെ കോൾ ചെയ്തിട്ടുണ്ട്, അവൻ ഉടനെ തന്നെ വരുമെന്നൊക്കെ സഞ്ജയും പറയുന്നു. പക്ഷെ വെളിയിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നും തന്നെ ആരും ഉണ്ടായിരുന്നുമില്ല. അച്ഛനും ഇതൊന്നും തന്നെ നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് സഞ്ജയനെ കൂട്ടിക്കൊണ്ട് പോകുവാനും അമ്മയും ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടുമിരിക്കുന്നു. പക്ഷെ അപ്പോഴായിരുന്നു അവിടേക്ക് ചോറങ്ങും എത്തുന്നത്. എവിടെയാണ് എന്റെ കോട്ടംസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചൊറങ്ങെത്തി കഴിയുമ്പോഴത്തേക്കും വീട്ടുകാരുടെ അടുത്ത് നിന്നും എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിയതിന്റെ സന്തോഷത്തിൽ സൺജയും സോളും ഇരിക്കുന്നു.
ടൈസങ്ങിന്റെ അച്ഛനും CCTV ഒക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് സോളിന്റെ വീട്ടിൽ നേരത്തെ ഒരു ട്രക്കൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന ആള് യങ്സ് തന്നെ ആണെന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അയാളും 15 മിനിറ്റോളം വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. അവിടെ അടുത്തായിട്ട് ഒരു ബൂത്തൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ ആൾ വല്ല കോളും ചെയ്യുവാൻ പോയതായിരിക്കുമെന്നൊക്കെ പോലീസും ടൈസങ്ങിന്റെ അച്ഛനും ഒരുപോലെ സംശയിക്കുന്നു. മാത്രമല്ല, അതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു അറവുശാലയും ഉണ്ടായിരുന്നു. യങ്സു ആരെയൊക്കെ കൊല്ലുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനു മുമ്പായിട്ട് മൃഗങ്ങൾക്കൊക്കെ ഇൻജെക്ട് ചെയ്യുന്ന രീതിയിലുള്ള അനസ്തേഷ്യയൊക്കെ ഇൻജെക്ട് ചെയ്യാറുണ്ട്. ഒരു പക്ഷെ ആ ഒരു അനസ്തേഷ്യയൊക്കെ എടുക്കുവാനായിട്ടായിരിക്കാം അവനും അവിടെ എത്തിയിട്ടുണ്ടാകുക എന്നൊക്കെയാണ് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ ആരെയോ കൊല്ലുവാൻ തീരുമാനിച്ചു എന്ന കാര്യവും അവർ മനസ്സിലാക്കുന്നു. അടുത്തതായിട്ട് ടൈസങ്ങിനെ കാണിക്കുകയാണ്. ടൈസങ്ങും ഓരോ പോസൊക്കെ വെച്ച് നിൽക്കുമ്പോഴത്തേക്കും ടൈസങ്ങിന്റെ ഫ്രണ്ടും പല പല ഫോട്ടോസ് ഒക്കെ അവന് വേണ്ടി എടുത്തും കൊടുക്കുന്നു. പെട്ടെന്ന് രണ്ട് സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ അവന്റെ അടുത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ആർക്കും തന്നെ ഫോട്ടോസ് ഒന്നും എടുക്കാനായിട്ടുള്ള അനുവാദം ഇല്ല എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ടും ടൈസങ്ങിന്റെ മുമ്പിലായിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതേസമയം ടൈസങ് ആരാണെന്ന് പോലും അവർക്ക് അറിയുകയില്ല എന്ന കാര്യമൊക്കെ ആ സ്റ്റുഡൻസ് പറയുമ്പോഴത്തേക്കുമാണ് ടൈസങ്ങിന്റെ മുഖവും അവർ കാണുന്നത്. അവനെ കണ്ട് ഉടനെ തന്നെ അവനെ കണ്ടാൽ സെലിബ്രിറ്റിനെ പോലെ ഇരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരും അവനെ ഒരുപാട് പുകഴ്ത്തിയിട്ടൊക്കെയാണ് പോകുന്നതും. ടൈസങ് ഇപ്പോൾ സോളിനെ കാണുവാനായിട്ടൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എങ്സോ ആയിരുന്നു ആ ഒരു ട്രക്കിൽ ഉണ്ടായിരുന്നെന്ന കാര്യമൊക്കെ സോളിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അവൾക്കും ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പോലീസ് എല്ലാ രീതിയിലും നിന്റെ കൂടെ നിൽക്കുമെന്നൊക്കെ ടൈസങ് അറിയിക്കുന്നുണ്ട്. വീട്ടുകാരുടെ അടുത്തെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറയണമെന്ന് ടൈസങ് നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ പോലും തന്നെത്താനെ അയാളെ കണ്ടെത്തുമെന്ന ഒരു വിശ്വാസത്തിലാണ് സോൾ ഇരിക്കുന്നതും. മാത്രമല്ല, ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ രഹസ്യമാക്കി വെക്കണമെന്ന് കൂടി സോൾ അറിയിക്കുന്നു. അതിന് പകരമായിട്ട് ഫുഡൊക്കെ മേടിച്ചു തരുവാനായിട്ടായിരുന്നു ടൈസങ്ങും അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് അതുവഴി സഞ്ജയൊക്കെ എത്തുന്നത്. സഞ്ജയും എന്തിനാണ് ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛന്റെ അണ്ടർ പാൻസ് ഒക്കെ മേടിക്കുവാനായിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ടൈസങ്ങും ആ ഒരു കാര്യമൊക്കെ അങ്ങനെ ഒഴിവാക്കി വിടുന്നു. അതേസമയം അവന് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റതാണെന്ന് സോൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്റെ ഗേൾ ഫ്രണ്ട് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഫുഡൊന്നും മേടിച്ചു കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് സഞ്ജയും ടൈസങ്ങിനെ കൂട്ടിക്കൊണ്ട് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. സോൾ ഇപ്പോൾ എന്റെ ഗേൾ ഫ്രണ്ട് ആണ്, അവളെ നീ ഇനി ഒരിക്കലും കാണുവാനായിട്ട് പാടില്ല എന്നൊക്കെ സഞ്ജയ് അറിയിക്കുമ്പോഴത്തേക്കും ഒരു അസൂയയും ഇല്ലാതെ ഒരു കൺഗ്രാറ്റ്സ് മാത്രമായിരുന്നു ടൈസങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, സഞ്ജയ് അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ഫുഡൊന്നും കഴിക്കുവാൻ സാധിക്കുകയില്ല, നീയും എനിക്ക് കമ്പനിയൊക്കെ നൽകണമെന്നായിരുന്നു അവനും പറയുന്നത്. പിന്നീട് അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയും ചെയ്യുന്നു. ഞാൻ സോളിന്റെ പിന്നാലെ നടക്കുവാൻ ഒരു കാരണമുണ്ട്. പക്ഷെ ആ ഒരു കാരണമൊന്നും നിന്നോട് തുറന്ന് പറയുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ആ കാര്യമൊക്കെ അവൾക്ക് വാക്ക് നൽകിയതാണെന്നൊക്കെ ടൈസൺ പറയുകയും അവളോട് തനിക്ക് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നുവെന്നൊക്കെ സഞ്ജയെ അറിയിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ കാര്യമില്ലല്ലോ. ഇപ്പോൾ അവൾ എന്റെ ഗേൾഫ്രണ്ട് അല്ല എന്നൊക്കെയാണ് സഞ്ജയ് തിരിച്ചും ചോദിക്കുന്നത്. സോളിന്റെ ചേട്ടന് ചെറിയൊരു റോളൊക്കെ അഭിനയിക്കുവാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. ഒരു ചതിയനായിട്ടായിരുന്നു അതിൽ അഭിനയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാവരും കൂടി വന്നിട്ട് അവനെ പഞ്ഞിക്കിടും. അതായിരുന്നു റോള്. ഒരുപാട് തവണ ആ ഒരു ടേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കുമാണ് ഒരു സെലിബ്രിറ്റിയൊക്കെ ആ ഒരു റോള് ചെയ്യുവാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഡയറക്ടറെയും കോണ്ടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവനും ആ ഒരു ചാൻസ് ഒക്കെ നഷ്ടപ്പെടുന്നു. ചേട്ടൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അതുവഴിയെ നടന്നു വന്നിട്ടുണ്ടായിരുന്ന ഹ്യുൻചുവും ചോറങ്ങും ആ ഒരു കാഴ്ചയൊക്കെ കാണുന്നത്. ഹ്യുൻചുവും ഇപ്പോൾ ചേട്ടനെ സമാധാനിപ്പിക്കുന്നു. ഈ ഒരു റോളൊക്കെ കിട്ടാതിരുന്നത് നന്നായി എന്നാണ് അവൾ പറയുന്നത്. ചേട്ടനാകട്ടെ 24 ക്യാരറ്റ് ഗോൾഡ് പോലെ ആണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ചോറങ്ങുന്നെയും ഡേറ്റ് ചെയ്യുക അല്ലായിരുന്നോ എന്നൊക്കെയാണ് ചേട്ടനും ചോദിക്കുന്നത്. ചേട്ടനും ആ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് അസൂയ തോന്നിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴാകട്ടെ ചേട്ടനും അല്ല എന്നൊക്കെ പറയുന്നു. ഈ ഒരു സമയത്ത് പട്ടി കുരയ്ക്കുന്നത് ഒരു പട്ടിയുടെ നിഴലും അവർ കാണുകയാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്കും വലിയ ഏതൊരു പട്ടിയൊക്കെ തങ്ങളെ കടിക്കുമെന്നൊക്കെ വിചാരിക്കുന്ന ചേട്ടനും ഹ്യുൻചുവും കൂടി ഒന്നിച്ചോടുന്നു. അവിടെ ആകട്ടെ ഒരു പഴയ അലമാരയൊക്കെ വെച്ചിട്ടുള്ളതും അവർ കാണുകയാണ്. അതിനകത്ത് ഒളിച്ചിരിക്കുവാനായിട്ട് ചേട്ടൻ ഹ്യുൻചുവിനോട് പറയുമ്പോഴത്തേക്കും ഹ്യുൻചു ചേട്ടനോടും ഒളിച്ചിരിക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിലായിട്ട് പട്ടി തൊട്ടടുത്ത് എത്തി എന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് അതിന്റെ അകത്തും കയറുന്നു. ചേട്ടൻ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരുന്നു ചേട്ടനെ കൂടി അലമാരയ്ക്കുള്ളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹ്യുൻചു പറയുമ്പോഴത്തേക്കും ഹ്യുൻചുവിന് തന്നോടുള്ള സ്നേഹമൊക്കെ മനസ്സിലാക്കുന്ന ചേട്ടനും ഹ്യുൻചുവിനെ കിസ് ചെയ്യുന്നു. അതേസമയം അവർ പേടിച്ചോടിയിട്ടുണ്ടായിരുന്നത് ചെറിയൊരു പട്ടീനെ ആയിരുന്നു എന്ന് കൂടി കാണിക്കുന്നുണ്ട്. സഞ്ജയ് ടൈസങ്ങിനെ കെട്ടിപ്പിടിച്ചൊക്കെ ആയിരുന്നു പിറ്റേ ദിവസം എണീറ്റിട്ടുണ്ടായിരുന്നത്. ടൈസങ്ങിനെ ഒന്നിച്ച് കട്ടിലൊക്കെ കാണുമ്പോഴത്തേക്കും സഞ്ജയ് ആകെ ഞെട്ടുന്നുണ്ടെങ്കിലും ഇൻഹൊക്കെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരെയും ഓർമ്മിപ്പിക്കുന്നു. സോളിന്റെ പേരും പറഞ്ഞിട്ട് അവർ ഓടിച്ചാടി നടന്നതും പാട്ടൊക്കെ പാടിയതും എല്ലാം തന്നെ അവരും ഓർത്തെടുക്കുകയാണ്. അതേസമയം അവർ പരസ്പരം ആശ്വസിപ്പിക്കുവാനും നോക്കുന്നുണ്ട്.
അവർ ഒന്നിച്ചുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ ഇൻഹോക്ക് കാണിച്ചു കൊടുക്കുകയും സോളിനെ കുറ്റം പറയുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അവരും ഇൻഹോക്കിന്റെ അടുത്താണ് ദേഷ്യപ്പെടുന്നത്. രാത്രിയിൽ ടൈസങ് പറഞ്ഞ ഒരു കാര്യം സഞ്ജയ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് ടൈസങ്ങിന്റെ അച്ഛൻ യങ്സുവിനെ പിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ സേഫ് ആയിരിക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. നിലവിൽ ഇൻഹുക്ക് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ക്ലബിൽ നിന്നും ഇൻഹുക്കിന്റെ ബാൻഡിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാൻഡും പരിപാടിയും എല്ലാം തന്നെ നിർത്തിയിട്ട് നാട്ടിലേക്ക് പോകുവാനായിട്ടാണ് ഇൻഹുക്കും തീരുമാനിച്ചിട്ടുള്ളത്. നീ അവസാനമായിട്ട് ഒരു പെർഫോമൻസും കൂടി ചെയ്യണം. അത് ചെയ്യുന്ന സമയത്താകട്ടെ ആ വേദി നിറയെ ആൾക്കാരെ ഞാൻ എത്തിക്കുന്നതായിരിക്കുമെന്ന് ടൈസങ്ങും ഇൻഹുക്കിന് വാക്ക് നൽകുന്നു. യങ്സു ഒളിത്താവളത്തിലേക്ക് തിരികെ എത്തി കഴിയുമ്പോഴത്തേക്കും യങ്സുവിനെ പോലീസ് ടീം പിടികൂടുകയാണ്. മാത്രമല്ല അവനെ പിടികൂടിയ കാര്യമെല്ലാം തന്നെ സോളിനെയും ടൈസങ്ങിന്റെ അച്ഛൻ വിളിച്ചറിയിക്കുന്നു. ടൈസങ്ങിനെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്ററൊക്കെ അച്ചടിച്ചത് കൊണ്ട് തന്നെ കുറെ അധികം ഗേൾസ് ഒക്കെ ഇപ്പോൾ ഇൻഹോക്കിന്റെ ടീമിന്റെ പെർഫോമൻസ് ഒക്കെ കാണുവാനായിട്ട് ക്ലബിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സഞ്ജയ് എവിടെ പോയെന്നൊക്കെ ആലോചിച്ചു നിൽക്കുന്ന സോളിന്റെ മുമ്പിലേക്കാണ് ആ ഒരു പെർഫോമൻസിലേക്ക് പാട്ട് പാടുവാനായിട്ട് സഞ്ജയും ഓടിക്കേറുന്നത്. അങ്ങനെ നേരത്തെ അവൻ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാട്ട് അത്രയും പേരുടെ മുമ്പിൽ വെച്ച് അവനും പാടി കേൾപ്പിക്കുന്നു. അവൾ അങ്ങനെ പാട്ടൊക്കെ കേട്ട് നിൽക്കുന്നത് ടൈസങ്ങും കാണുന്നു. ഇനി അവളാകട്ടെ ആ ഒരു പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നേരത്തെ നടന്ന പല കാര്യങ്ങളും അവളുടെ ഓർമ്മയിലേക്ക് കൂടി കടന്നു വരികയാണ്. അടുത്തതായിട്ട് ആക്സിഡന്റിൽ പെട്ടിട്ടുള്ള ഒരു പോലീസ് വാഹനമൊക്കെ കാണിക്കുന്നു. യങ്സുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും യങ്സു ഉണ്ടായിരുന്ന വാഹനമൊക്കെ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. അവനും ചെറിയൊരു പരിക്കൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നതും കാണിക്കുന്നു. മാത്രമല്ല പോലീസും സോളിനെ വിളിച്ചിട്ട് അവനെ പിടികൂടിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ഓർത്തുകൊണ്ടാണ് അയാളും പോകുന്നത്. ഇനി അവസാനത്തെ സീനൊക്കെ കാണിക്കുമ്പോഴാകട്ടെ സോളിനെ പൂവിന്റെ ഇതളൊക്കെ പിടിക്കുവാനായിട്ട് സഞ്ജയും സഹായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് സോള് ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കണമെന്ന് സഞ്ജയ് ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കണമെന്ന് സോളും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.